6 മാസം മുമ്പ് 2 PC-മാരെ വെട്ടിയ കേസില്ലേ, എന്താ ഗുണ്ടയുടെ പേര്? വാളയാർ മണിയപ്പൻ. മണിയപ്പൻ. അവൻ ഇപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടിച്ചടക്കാണ്. ഓ, അന്നാ PC-മാരെ ഇതേ ഹോസ്പിറ്റലിൽ ഇതേ റൂമിൽ ഇതുപോലെ ഹിലാരി ചന്ദ്രനിൽ പോയ വേഷത്തിൽ. നമസ്കാരം സർ. ഇതിലേതാ പറയാ? ഇത് തന്നെയാണ് സർ, ഇത് തന്നെ. ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു. പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ. കരയണ്ട, നിങ്ങളെ മണിയപ്പന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതോ വരന്റെ കൂട്ടുകാരനാണ് സർ. ഇവന്റെ ശബ്ദം എങ്ങനാ? ഇതിനേക്കാൾ കുറച്ച് മുറിഞ്ഞു പോകും. എങ്കിൽ കൂട്ടുകാരന്റെ മൊഴി ആദ്യം എടുക്കാം. അയ്യോ സർ, രണ്ടുപേരും വളരെ അവശ നിലയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു മൊഴിയെടുപ്പ് വേണോ? എടാ, ഡെഡ് ബോഡിയുടെ മൊഴിയെടുക്കുന്നവനാണ് പുതുവാള്. വെറുതെ. നീ പോയി ആ രോഗിയുടെ മലോടുക്കട പോടാ. ഒരു മലേഷ്യക്കാരൻ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. എന്താ പേര്? പുൽപ്പരാജ് എന്നാണ് സാർ. നിന്നോട് ചോദിച്ചില്ല. ഓ, ആക്രമണം നടക്കുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? 12 മണി. അടിച്ചു ചുരുട്ടി ഈ പരുവാക്കി എടുക്കാൻ എത്ര സമയം എടുത്തു? വെറും 2 മിനിറ്റ്. കേസ് തള്ളി പോകും. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരേ ഒരാൾ. ആട്ടെ, ആളുടെ രൂപം എങ്ങനെ? കുള്ളനാണോ അല്ലെങ്കിൽ എത്ര അടി പൊക്കമുണ്ട്? 6 അടി കാണും. ഒരു 2 ഇഞ്ചും കൂടി ചേർത്തു. ആളെ കണ്ടാൽ തിരിച്ചറിയോ? സെന്റിമെന്റ്സാ. വളരെ അടുപ്പമുള്ള ആളാ. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. PC ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ ഇവിടെ കഴിക്കാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിരിപ്പില്ലേ? വെറുതെ അല്ലടാ 2 മിനിറ്റ് കൊണ്ട് നിന്റെ മോന്ത ഇതുപോലെ ആക്കിയത്. പണ്ടൊക്കെ ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടി പോകുമ്പോ എന്തോരം ഫ്രൂട്ട്സ് പെറുക്കിക്കൊണ്ട് പോണെന്ന് അറിയോ? വെറുതെ അല്ല, മൊഴിയെടുപ്പെന്ന് പറയുമ്പോ ചാടി ഇറങ്ങി പോരും. കൊല്ലി ഞാൻ ഒരു ചെറുനാരങ്ങ പോലുമില്ല. എന്താ ഇത് ഭഗവാനെ? ഏത് കണ്ണ് ചോരയില്ലാത്തവന് ഈ കൊടിഞ്ചേരി ചെയ്തത്? ഇതിലേതാ ജയരാമൻ? അത് സാർ, ഇതാണ് ജയരാമൻ, അത് ഉൽപ്പല. അതേന്ന് പറയ. മതി. താടിയല് പൊട്ടിയിരിക്കുക, അതുകൊണ്ട് വായും കൂടെ ചേർത്ത് ബാൻഡ് ചെയ്തിരിക്കുന്നത്. സാർ, ഇതെന്താ? ഇത് ആളെ തിരിച്ചറിയാൻ വേണ്ടി ഇപ്പൊ ഓർഡർ ചെയ്ത് ഉണ്ടാക്കിച്ചതാ. എന്റെ കൃഷ്ണ, ഡെഡ് ബോഡിയെ വെക്കുന്ന പോലെയാണോ വെക്കണേ? ഇച്ചിരി മാറ്റിവേ. ഇത് കല്യാണം മുടക്കാൻ വേണ്ടി ആരോ കരുതിക്കുട്ടി ചെയ്തതാണ്. കൃഷ്ണ, തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം. സ്വന്തമായി കൈയും കാലും പോലും അനക്കാൻ വയ്യാത്ത ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നാ സാറി പറയണേ? ഡോക്ടറെ, ഇന്റൻസീവ് കെയറിൽ നേരെ കതിർ മണ്ഡപത്തിൽ പോയി താലി കെട്ടിയ സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒന്നാണ് ഇതെന്ന് കരുതിയാ മതി. പിന്നെ ജയറാമിന്റെ അച്ഛനോടും അമ്മോടും പറയണ കാര്യം അത് ഞാൻ ഏറ്റു. അത് നമുക്ക് സാറിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു വന്ന്. ഡോക്ടറെ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന വല്ല ഉറപ്പുണ്ടോ? എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാ എനിക്ക് ഉറപ്പില്ല. ജയരാമ മോനെ, നിനക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാമോടാ? ഈ അവസ്ഥയിൽ നിനക്ക് കല്യാണത്തിന് സമ്മതമാണെങ്കിൽ നീ വേദനിപ്പിക്കാതെ പതുക്കെ ഇങ്ങനെയൊന്ന് ആട്ടിക്ക്. കണ്ടോ, തലയാട്ടി. അതെ, വേണ്ട തലയാട്ടിയത്. അതെ, ആണോ? ജയരാമൻ സാറിനും കാണത്തില്ലേ ആഗ്രഹം സൂട്ടും കോട്ടും ഇട്ട് കതിർമണ്ഡപത്തിൽ കയറിയിരിക്കണമെന്ന്? പിന്നെ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ആകെ ഒരു തവണയല്ലേ ഉണ്ടാവൂ. വന്നേ, എന്റെ മുറിയിൽ പോയി വിശ്രമിക്കാം. നിർത്തിക്കേ. എന്നാ മോനെ, ദേ വീണ്ടും ആട്ടി. കണ്ടോ, അവന് സമ്മതമാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഒക്ടോബർ 2-ാം തീയതി ജയരാമൻ എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. മോളെ, എന്റെ ക്ഷമ കെട്ടു. എന്താണേലും മോൾ അച്ഛനോട് പറ. ഇനി ജയരാമനെ കല്യാണം കഴിക്കാൻ മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പറ. അതിന് അയാള് ജയരാമനല്ലല്ലോ. ഞാൻ അങ്ങയുടെ മോളുമല്ല. ഇനി ഈ സത്യം മറച്ചു വെക്കാൻ എന്നെ കൊണ്ടാവില്ല. അച്ഛൻ, ഞാനാ ശാലു. അച്ഛൻ എങ്ങനെയുണ്ട്? മരുന്നൊന്നും മുടക്കുന്നില്ലല്ലോ. ഞാൻ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. നാളെ എന്റെ വളരെ അടുത്തൊരു കൂട്ടുകാരുടെ കല്യാണോ. ഇവിടെ സ്വയംവര കല്യാണ മണ്ഡപത്തിൽ വെച്ച് 10-നും 10:30-ക്കും ഇടയ്ക്ക്. ആരുമില്ലാത്ത കുട്ടിയാ.
അച്ഛൻ നിന്ന് വേണം. ഞാനോ? ഞാൻ കരയുന്നൊന്നുമില്ല. അച്ഛന് തോന്നിയതാ. അച്ഛൻ വരുമല്ലോ, ഞാൻ കാത്തിരിക്കും. ഏതൊക്കെയാണ് കല്യാണ വണ്ടികൾ? അത് വരന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ് സാർ. അവൻ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണ്? മര്യാദക്ക് സദ്യ കഴിക്കാൻ പോലും അവന്റെ കൈക്ക് സ്വാധീനമില്ല. ഇതാണ് സാർ വരന്റെ വണ്ടി. അപ്പൊ വരാത്ത വണ്ടി ഏത്? വണ്ടി രണ്ട് വന്നു സാറേ. വരന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറുക്കന്റെ വണ്ടി. എന്തായാലും ആശുപത്രി കിടക്കുന്ന ആംബുലൻസിൽ പോലീസ് എസ്കോർട്ടോടെ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം കഴിക്കാൻ യോഗം കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ VIP ആണ് ജയരാമൻ. രാവിലെ വരനെ കയറ്റുന്നതിന് മുമ്പ് 2 വണ്ടി ചെക്ക് ചെയ്യും. അതെന്തിനാ സാർ? വല്ല ബോംബുണ്ടെങ്കിൽ പെറുക്കി എന്താടാ പേടിപ്പിക്കണ? മോനെ ഇതെന്താ? അല്ല, ഇത് 2 ബോഡിയാണല്ലോ. അപ്പൊ വരന്റെ ബോഡി ഏതാണെന്ന് തിരിച്ചറിയാനുള്ളതാണ്. പതുക്കെ പതുക്കെ. ജയരാമ മോനെ, ഇങ്ങോട്ട്. ദേ ചെറുക്കന് കൂട്ടരൊക്കെ എത്തിക്കഴിഞ്ഞോട്ടോ. നമസ്തേ നമസ്തേ, ഇരിക്കെ. അപ്പൊ ഞാൻ അകത്ത് പോയി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ആയിക്കോട്ടെ, ചെല്ല. എവിടെയാടാ എന്റെ മകൻ മണിയപ്പൻ? എടാ ഭാര്യയും മക്കളുള്ള അവനെ ആരാടാ വശീകരിച്ച് 2ാം കല്യാണത്തിന് കൊണ്ടുവന്നിരിക്കുന്നേ? എന്റെ അപ്പ നമ്മൾ ഈ കല്യാണം നടത്തി കൊടുക്കാല്ലേ ഇവിടെ വന്ന്. എന്റെ പൊന്നപ്പ മണിയപ്പൻ ചേട്ടൻ ഇവിടെ വേറെ പേരിലാണ് കളിക്കുന്നത്. ചുമ്മാ കള്ളി വെളിച്ചത്താക്കല്ലേട്ടാ. അത് മേടിച്ചടാ. 2 അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ മൊത്തം തലതിരുവാ. നിസാര പാർട്ടിക്കാരിലെ പെണ്ണിന്റെ ആൾക്കാര് അമേരിക്കക്കാരാ. പെണ്ണിന്റെ ഒറ്റ നിർബന്ധക്കാരോട് പ്ലാസ്റ്റിയുടെ നിലയെ പോലും അവളുടെ ഒപ്പം കല്യാണത്തിന് സമ്മതിച്ചത്. ഇതൊന്നും നടന്നു കിട്ടിയ അപ്പനും മക്കൾക്കും കൂടെ അമേരിക്ക പോയി പൂന്ത് വിളയാനപ്പ. പെണ്ണിന്റെ അപ്പനോട്ടൊരു പണി കൊടുത്താലോ? നശിപ്പിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കല്യാണം മുടക്കരുത്. താലി കെട്ടി രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അപ്പൊ കാണിക്കാൻ നമ്മുടെ തനി സ്വഭാവം. അതെ. ഓ എന്റെ ദൈവമേ, എന്റെ കാലിത്തൊട്ട് അനുഗ്രഹമാകാതെ എങ്ങനെയാണ് അവൻ താലി കെട്ടാൻ വന്നിരിക്കുന്നത്? അപ്പൻ അവനെ ഒന്ന് അനുഗ്രഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേപ്പാ. ഇതില് ഏതായിരിക്കും പെണ്ണ്? എന്തൊരു ഐശ്വര്യ റോയി. കണ്ണു വെക്കല്ലേ അപ്പ. ചേട്ടത്തി പൊക്കോ, ചേട്ടത്തി പൊക്കോ. പൊക്കോളൂ. വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. അതെ, കെട്ടിയൊന്ന് വീട്ടിൽ കൊണ്ടുവന്നോട്ടെ. ഞാൻ കളിയാക്കി കൊല്ലും. അങ്ങനല്ല അപ്പ, ഇങ്ങനെ എന്നാ അങ്ങോട്ട് നടക്കടാ. എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലാത്ത എന്റെ കുഞ്ഞിനെ കല്യാണ സദ്യ ഉണ്ടാൻ കൊണ്ടുവന്നു. നമുക്ക് അവനെ ഉടനെ കൊണ്ടുപോകണം. സദ്യ ഇട്ടിട്ട് കൊണ്ടായാ പോരെ? പോരാ, ഉടനെ കൊണ്ടുപോകണം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു, പക്ഷെ കിലോയ്ക്ക് 10 രൂപ വെച്ച് ഞങ്ങൾക്ക് കൂലി തരണം. കാര്യം കണ്ടിട്ട് ഒരു ഞഞ്ഞാ വർത്താനം പറയരുത്. 1 രൂപ കുറച്ച് തന്നാ പോരെ? ഫിക്സഡ് റേറ്റാ. മുടിയാൻ പോ. മുതലാളി ആളെ കാണിച്ചു വന്നാൽ ചുമക്കണാരി ഞങ്ങള് വന്ന് ബഹളം ഉണ്ടാക്കണ്ട, ഇപ്പൊ വരാം. നിന്റെ ബഹളം ഞാൻ ഇപ്പൊ അവസാനിപ്പിച്ചു തരാം. ഭഗവാനെ, എല്ലാം മംഗളായിട്ട് കലാശിക്കണേ. കൊറേ നാളെ തല്ലുകൊണ്ടിട്ട് ഇതുവരെ കല്യാണം ചെറുക്കനെ ഒരുക്കി കഴിഞ്ഞില്ലേ? നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈ കിടക്കുന്ന ആളിന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാ. നിങ്ങൾ എല്ലാവരും പുറത്തു പോയിക്കാം, ബാക്കിയെല്ലാം ഞങ്ങൾ പോയിക്കാം. അത് പറ്റില്ല, ഇപ്പൊ തന്നെ സമയമായി. കല്യാണ ചെറുക്കനെ അവിടെ കൊണ്ട് എത്തിക്കണം, മണ്ഡപത്തിൽ. ഒരു കാര്യം ചെയ്യ വൈദ്യരെ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. വൈദ്യര് പുറത്തോട്ട് അത് പറ്റില്ല. ആള് മാറിപ്പോകും. ആ മാല ഇട്ടിരിക്കുന്നതാണ് മാല. ആ മാല. കൊച്ചു പോണ്ട കേട്ടോ. എന്നാ പൊയ്ക്കോ, പിന്നെ കാണാം. എന്റെ പൊന്നു പോളെ എന്റെ മോനെ, എന്തൊരു കിടപ്പാടാ ഇത്. നിന്റെ കിടപ്പ് അപ്പന് സഹിക്കുന്നില്ലടാ. തലേ വെച്ചാൽ ഉറുമ്പരിക്കും. മിണ്ടാതിരിക്കാമോ? ഒരു പദം പറച്ചില്. ഇന്നലെ വന്ന കാര്യം നടക്കട്ടെ. അപ്പനങ്ങൾ അനുഗ്രഹിക്ക്. എന്നെ അനുഗ്രഹിക്കും മകനെ. ഓ അപ്പ അനുഗ്രഹം മേടിക്കാനല്ല പറഞ്ഞ, കൊടുക്കാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവനെടുത്ത് എന്നെ കാൽച്ചോട്ടിലോട്ട് കിടത്ത. ഈ അപ്പൻ എന്തൊരു മണ്ടന. അതിന് എളുപ്പം അപ്പന്റെ ചട്ടുകാലെടുത്ത് ഇവന്റെ കയ്യിലേക്ക് പിടിപ്പിച്ച. എന്നൊരു കാര്യം ചെയ്, എന്നെ എടുത്തോ, എന്നെ എടുത്തോ. എന്റെ അമ്മ അപ്പം പന പോലെ വീണു. മതി മതി മതി. ഇന്നപ്പ അനുഗ്രഹിക്ക് മകനെ. മരിക്കുന്നത് വരെ ഇതുപോലെ സുഖമായിട്ട് കിടക്കട്ടെ. ഇനി അപ്പനെ പൊക്കിക്കോടാ മക്കളെ. പിടിച്ചോ. എടാ, എന്റെ പൊന്നും കുടത്തിന്റെ തല എവിടെയാടാ മോനെ? മിണ്ടാതെ കിടക്കണേ ശവമേ. നല്ല മേക്കപ്പ്.
എടാ കെട്ടുമേളം തുടങ്ങി ചെറുക്കലെ പൊക്കടാ. എടാ, അവിടെ ഊത്തു തുടങ്ങി വേഗം വാടാ. അയ്യോ നിർത്ത് മാല എവിടെ? യോ ആള് മാറിപ്പോയി. നമ്മുടെ മുമ്പേ മാലയിട്ട് സുന്ദരനായിട്ട് കിടക്കുന്നു. ഇതിനെ കളഞ്ഞിട്ട് അവനെ എടുത്തോണ്ട് കല്യാണ മണ്ഡപത്തിലോട്ട് വാ. അയ്യോ എന്റെ പൊന്നുമാരെ നിനക്ക് തന്നെ പറ്റതാടാ. അയ്യോ എന്തൊരു നീളം. എന്റെ മോൻ ഇത്ര നീളമില്ല. എന്നെ വീണ്ടും ആ ചാണാക്കുഴി കൊണ്ടുപോയതിന് വയറുകടിയാണെന്ന് കാണാൻ വേണ്ടത് ഇഷ്ടപ്പെട്ടു. അയ്യോ നിന്നോട് ആരാണ് അയച്ചത്? അതെ മുതലാളി കൂടെ കരുതെന്ന് വിചാരിച്ച് ചുമട്ടുകൂലിന് 10 പൈസ കുറയ്ക്കൂല. പൊക്കടാ എന്റെ കുഞ്ഞിനെ. 1.5 കരിയുടെ വെയിറ്റ്. അങ്ങനെ മണിയപ്പൻ പാലക്കാട്ടേക്ക് പോയി രക്ഷപ്പെട്ടു. ഈ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോകുന്നു. സാറേ ഇത് ജീവനുള്ള ഡെഡ് ബോഡിയാ. ഞങ്ങൾ വരന്റെ ബന്ധുക്കളാ. വരന് വധഭീഷണി ഉള്ള സ്ഥിതിക്ക് എനിക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റിയോ. അയ്യോ പട്ടാപ്പകൽ പോലീസ് വലയം ഭേദിച്ച് നീ ആളെ തട്ടിക്കൊണ്ടു പോകാനല്ലേ? സാറേ ഇതെന്റെ മകൻ ഉൽപ്ലാഷനാ. ഏത് പലാക്ഷനായാലും ശരി എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ. കുട്ടായി തനിക്കെന്താണ് ചെവി കേട്ടൂടെ? കേക്കാലോ സാർ. പിന്നെ ആൻസർ ചെയ്തതെന്താ? പറഞ്ഞില്ലേ? 2 ബാൻഡേജുകൾ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ 1 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ നിന്നും ആംബുലൻസിൽ വന്നത് 2 ലഗേജ് ഉണ്ടായി. അതിലൊന്ന് വരനും മറ്റൊന്ന് വരന്റെ കൂട്ടുകാരനും. അതെ, പക്ഷെ ഇവിടെ ഇപ്പോൾ 3 ലഗേജ് ഉണ്ട്. അതിലൊന്ന് വ്യാജനാണ്. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞോളൂ. അഴിക്കൂ. എന്തഴിക്കാൻ? 3 പേരുടെയും ബാൻഡേജ് അഴിക്കൂ. സാധ്യമല്ല. കാരണം ബാൻഡേജ് അഴിക്കുന്നത് രോഗിയുടേതാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? നിങ്ങൾ പറയണം. അതിന്റെ ക്രെഡിറ്റ് നിങ്ങളെടുത്തോ, എനിക്ക് വേണ്ട. ആ റിസ്ക് എടുക്കാൻ എനിക്ക് സാധ്യമല്ല. എങ്കിൽ എനിക്കിത് പോലീസ് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ആയിക്കോട്ടെ. കുട്ടായി എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞ. ഇനി തന്നോട് പ്രത്യേകിച്ച് പറയണോ? ഞാനിവിടുത്തെ ഡോക്ടറാണ്. ഞാനിവിടുത്തെ സർക്കിളാണ്. കുട്ടായി അല്ലെങ്കിൽ 3 ശവങ്ങള്. ഫോളോ മീ. ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന വ്യാജന്റെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അത് തകർക്കണം. മുഹൂർത്തത്തിന് മുമ്പ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം. പക്ഷെ വ്യാജനെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അതിന് വഴിയുണ്ട്. എന്ത് വഴി? കള്ളന്മാരുടെ കൂട്ടത്തിൽ പെരുങ്കള്ളനാകുക. സാറേ ഈ ബാൻഡേജ് മുഴുവൻ ചുറ്റിക്കഴിഞ്ഞ് ഈ തൊപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സാറിനെ കണ്ടു കഴിഞ്ഞ ഇൻസ്പെക്ടർ ബൽറാമിനെ പോലെ ഇരിക്കും. മണ്ടത്തരം പറയാതറാ. തൊപ്പി വെച്ച് എന്നെ മറ്റുള്ളവർ തിരിച്ചറിയില്ലേ? സോറി സാർ, പക്ഷേ സാറിനെ ഞാനെങ്ങനെ തിരിച്ചറിയും? അതിപ്പോ ഈ ലാത്തിയിൽ നീ ബാൻഡേജ് ചുറ്റിക്കും. എന്റെ ലാത്തി കണ്ടാ നിനക്ക് തിരിച്ചറിയാല. പിന്നെ സാറിന്റെ ലാത്തി കണ്ടപ്പോ എനിക്ക് തിരിച്ചറിയാൻ മേലെ ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തിയാണോ സാറേ? ചുറ്റിക്കോ, നന്നായിട്ട് ചുറ്റിക്കോ. ഒരു ഈച്ച പോലും കണ്ട എന്നെ മനസ്സിലാക്കരുത്.